നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലും ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടത്തിന് കാത്തിരിക്കുകയാണ് ലോകം. ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടം അതാണ്. യൂറോപ്യൻ ഹെവി വെയ്റ്റ്സും ലാറ്റിൻ അമേരിക്കൻ ഹെവി വെയ്റ്റ്സും തമ്മിലുള്ള പോരാട്ടം. നാളെയാണ് ആ കളി. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെയാണ് US വെച്ചിട്ട് കളി. ഈ കളിക്ക് വേണ്ടി ഇപ്പോൾ ഫ്രാൻസിൻ്റെ ടീം ഇന്നലെ US ലാൻഡ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് അവരുടെ സൂപ്പർ താരം കിലിൻ എംബാപ്പയോട് ഈ കളിയെക്കുറിച്ച് ചോദിക്കും. അദ്ദേഹം പറഞ്ഞു, ബ്രസീലുമായിട്ടുള്ളൊരു കളി, ആ കളിയെ ഒരിക്കലും വെറും ഒരു ഫ്രണ്ട്ലി മത്സരമായിട്ട് കാണാൻ പറ്റില്ല. ഇതൊരു വമ്പൻ പോരാട്ടമാണ്, വിജയിക്കാൻ ഉറച്ചാണ് ഞങ്ങൾ വരുന്നത്. ഇന്നലെ അവരുടെ ടീം US എയർപോർട്ടിൽ നിന്ന് നേരെ അവരുടെ താമസ സ്ഥലത്തേക്ക് സിറ്റി സെൻറ്ററിലുള്ള ഹോട്ടലിലേക്ക് പോയി. ഇനി വ്യാഴാഴ്ച, അതായത് നാളെയാണ് മത്സരമുള്ളത്. ഇന്നത്തെ ദിവസം അവരുടെ ഫൈനൽ ട്രെയിനിങ് സെഷൻ കളി നടക്കുന്ന വെന്യൂവിൽ ദിദിയർ ദശാം ഓവർസീ ചെയ്യും എന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ, എംബാപ്പയുടെ വാക്കുകൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിങ്ങനെയാണ്. എത്തിയ സമയത്ത് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചു. വളരെ കുറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബ്രസീലിനെതിരെയുള്ള മത്സരം ഒരിക്കലും ഒരു ഫ്രണ്ട്ലി മത്സരമല്ല. അത് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പോരാട്ടം, എല്ലാ കളിക്കാരനും കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോരാട്ടമാണ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്ന വിജയിക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു ടീം എന്ന നിലയിലുള്ള ഞങ്ങളുടെ വളർച്ച തുടരണം, അതിനു വേണ്ടിയിട്ടുള്ള കളിയാണിത് എന്നാണ് കിലിയൻ എംബാപ്പെ പറഞ്ഞത്. ബ്രസീലിനെ തോൽപ്പിക്കും എന്നൊരു ആത്മവിശ്വാസം എംബാപ്പയുടെ വാക്കുകളിൽ എങ്ങുമുണ്ട് എന്നർത്ഥം. ഏതായാലും കോച്ചിൻ്റെ ട്രെയിനിങ് സ്ട്രാറ്റജി ഇന്ന് അദ്ദേഹം ടീമിൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻ നടത്തും. അതോടുകൂടി ആരൊക്കെയായിരിക്കും ആദ്യ ലെവലിൽ എന്നുള്ള ഏതാണ്ടൊരു ധാരണ കിട്ടും. ഇന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കുറച്ച് കാര്യങ്ങൾ ദിദിയർ ദശാം പറയുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ 2 സൂപ്പർ താരങ്ങൾ, വളർന്നു വരുന്ന താരങ്ങൾ, അതായത് ഫറൻസ് എമറി, പിന്നെ മൈക്കൽ ഒലീസ വീണ്ടും ഫോമില ബയൺ മ്യൂണിക്കിന് വേണ്ടി പൊളിച്ചെടുക്കുക. അപ്പോൾ അവൻ്റെ കളി ഒക്കെ വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. ബ്രസീൽ എങ്ങനെ ഈ താരങ്ങളെ തടഞ്ഞു നിർത്തും എന്നുള്ളതും കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.